ഫ്രണ്ട്സ് RFCLൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് രാമകണ്ഠം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. അതായത് ആരുടെയെന്ന് വെച്ചാൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൻ്റെയും അതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും കീഴിലുള്ള അവരുടെ ഈ ഒരു കൂട്ടായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ പറഞ്ഞിരിക്കുന്ന RFCL എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. നല്ല സ്കെയിലിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു 50,000 മുകളിലൊക്കെ സാലറി ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് കൂടെ കാണാൻ റിക്രൂട്ട്മെൻറ്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പേ ലെവൽ നിങ്ങൾക്ക് കാണാൻ W3 W6 നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്തിരുന്നു ITI കഴിഞ്ഞവർക്ക്. അത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിക്കതാ, ഒരു 9 days മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. RFCLൻ്റെ സ്ഥിര ജോലി എന്ന് പറയുന്നത് കൂടെ കാണാൻ പറ്റും. അറ്റൻഡൻ്റ് ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോഴും ലിങ്ക് ഓപ്പണിംഗ് ആണ്. ITI SSLC + ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം സാലറി ഉള്ള പോസ്റ്റാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതായത് ഏത് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെന്നും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്ന നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ പൊസിഷൻ വേക്കൻസീസ് ഇവിടെ കാണാൻ പറ്റും. ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് ഇതിൽ പ്രൊഡക്ഷനിൽ വിളിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടൽ വേക്കൻസി 11 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ജനറൽ 8, SC ഒരു വേക്കൻസി, OBC നോൺ ക്രിമിനലിന് 2 വേക്കൻസി, EWSന് 0 വേക്കൻസി, STക്കും 0 വേക്കൻസിയാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന EWS ആണെങ്കിലും ST ആണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ജനറൽ വേക്കൻസിയിൽ 8 വേക്കൻസി ഉണ്ട്. ആ 8 വേക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് റിസർവേഷനോ ഒന്നും ലഭിക്കില്ല എന്നുള്ളൂ. അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് പ്രൊഡക്ഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. W6 ആണ് ഇത് വരുന്നത്. ഇതിൽ 6 വേക്കൻസിയാണ് ടോട്ടൽ. ജനറൽ 2, ദെൻ SC 1, ST 1 വേക്കൻസി, ദെൻ OBC 1 വേക്കൻസി, ദെൻ EWS 1 വേക്കൻസി, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് ബാധകം വന്ന വേക്കൻസികളും അവർക്ക് ആർക്കൊക്കെയാണ് അതിൽ അപേക്ഷ നൽകാൻ പറ്റുക എന്നുള്ളതൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എക്സ് സർവീസ്മാനും ടോട്ടൽ ഇതിൽ 5 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതിൽ അടുത്തത് നമുക്ക് വിളിച്ചിരിക്കുന്ന ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് മെക്കാനിക്കലാണ്. ഇതിൽ 3 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ആ 3 വേക്കൻസിയും ജനറലാണ്. ആ ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഇലക്ട്രിക്കലാണ്. ഇതിൽ നിങ്ങൾക്ക് ആകെ 1 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആ 1 വേക്കൻസി നമുക്ക് ഈ പറയുന്ന SC കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. അപ്പോൾ ആ SC കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അടുത്തത് നമുക്ക് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് ആണ്, ഇൻസ്ട്രുമെൻറ്റേഷനാണ്. ഇതിൽ നമുക്ക് 4 വേക്കൻസിയാണ്. 4 വേക്കൻസിയും ജനറലാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് അടുത്തത് നമുക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷനാണ്. ഇതിൽ 2 വേക്കൻസിയാണ്. 1 ജനറലും 1 SC ആണ്. അപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കി സ്കിപ്പ് ചെയ്യേണ്ട. കാരണം നമ്മൾ ഒരുപാട് അപേക്ഷകൾ അപ്ലൈ ചെയ്യുകയും നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എക്സാം എഴുതുമ്പോൾ ഏതിലെങ്കിലൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പിന്നീട് നമുക്ക് ഏജൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇതിലൊക്കെ അപ്ലൈ ചെയ്തിടാം, മാക്സിമം അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞ ഫീസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം. അത് മാത്രമല്ല വേക്കൻസി കൂടാനൊക്കെ സാധ്യതയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് അടുത്തത് കെമിക്കൽ ലാബാണ്. ഇതിൽ 2 വേക്കൻസിയാണ്. 1 ജനറൽ, 1 OBCക്കാണ്. ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ദെൻ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നമുക്ക് ടോട്ടൽ 6 വേക്കൻസി വരുന്നുണ്ട്. 4 വേക്കൻസി ജനറൽ, 1 വേക്കൻസി SC, ദെൻ OBCക്ക് 1 വേക്കൻസി. ബാക്കിയുള്ള ST ആണെങ്കിലും EWS ഒക്കെ ആണെങ്കിലും അവർക്ക് 4 വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആകെ മൊത്തം 35 വേക്കൻസിയാണ് ടോട്ടൽ ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗ്രേഡ് സെക്കൻഡ് പ്രൊഡക്ഷനിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് BSc വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, നമ്മൾ ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സും നമ്മൾ പഠിച്ചിരിക്കുന്ന BSc ലെവലിൽ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, PCM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 18, മാക്സിമം 30 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം.
അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷനാണ്. മിനിമം 18 മാക്സിമം 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അതിലും. ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ PCM അതായത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിൽ നമ്മൾ BSc ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷനാണ്. പക്ഷേ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് വേണമെന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് നിങ്ങൾക്ക് മെക്കാനിക്കലാണ് സെക്കൻഡ്. ഇവിടെ കാണാം 18-30 വയസ്സാണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST OBC PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഓക്കെ, ഇതിനടുത്ത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഗ്രേഡ് സെക്കൻഡ്. ഇതിൽ നിങ്ങൾക്ക് 18 to 40 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ്. ഇതിൽ നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. ഇനി അതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഓർ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിലോ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെയും ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലൊക്കെ അവർക്ക് 60% മാർക്ക് ഡിപ്ലോമയാണെങ്കിലും ഇനി BSc ആണെങ്കിലും ബാച്ചിലർ ഓഫ് സയൻസ് ആണെങ്കിലും 60% മാർക്ക് വേണമെന്നുള്ള നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ SC ST കാൻഡിഡേറ്റ്സും PWD ആണെങ്കിൽ അവർക്ക് 55% മാർക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതൊരു ക്രൈറ്റീരിയ ആണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. നേരത്തെ മുകളിൽ പറഞ്ഞ അതേ സെയിം പോസ്റ്റാണ്. പക്ഷേ ഇവിടെ ജൂനിയർ എഞ്ചിനീയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് മാറി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പീരിയൻസ് വേണം. 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന സെയിം ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. ഇതിൽ എനിക്ക് കെമിക്കൽ ലാബാണ്. ഇതിൽ മിനിമം 18 മാക്സിമം 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷൻ ആയിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾക്ക് കെമിസ്ട്രി എടുത്ത് പഠിച്ച ഒരു സബ്ജക്റ്റ് കെമിസ്ട്രി ആയിട്ട് നമ്മൾ BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് കെമിസ്ട്രി നമ്മൾ പ്രധാന സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം BSc കെമിസ്ട്രി കഴിഞ്ഞവർ നിങ്ങളുടെ കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതടുത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ്. നിങ്ങൾക്കൂടെ കാണാം മിനിമം 18 മാക്സിമം 30 ഏജ് റിലാക്സേഷൻ ആയിരിക്കും. SC ST PWD ഒക്കെ. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ്. ഓക്കെ, അതായത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിനാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന MS ഓഫീസൊക്കെ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ അറിയാത്തവരുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. MS എക്സലും MS വേർഡും ദെൻ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കാര്യങ്ങളുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് അതിൻ്റെ പ്രത്യേകമായിട്ട് സ്കില്ല് നമുക്ക് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്തവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അപേക്ഷ ഫോം കൊടുക്കുന്ന സമയത്ത് നിങ്ങളത് കൊടുക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഒരു മുൻഗണന നമുക്ക് തരുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിശ്ചിത വെയിറ്റേജ് ഉണ്ടാവും. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം മതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അപേക്ഷാ ഫീസാണ് 200 രൂപയാണ് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നത്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 200 രൂപ ഓൺലൈനായിട്ട് നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപേക്ഷാ ഫീസ് അടിക്കണം. പ്ലസ് ബാങ്ക് ചാർജ് ഉണ്ടായിരിക്കും. എന്നാൽ SC ST PWD എക്സ് സർവീസ്മാൻ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് ഒന്നാണെങ്കിൽ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന എക്സാം സെൻറ്റർ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും ഉണ്ടാവില്ല, ബാംഗ്ലൂർ ഉണ്ടാകും, പിന്നെ ചെന്നൈ ഉണ്ടാവും. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം, ഭോപ്പാൽ, ഭുവനേശ്വർ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഏരിയകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം കേട്ടോ. ഇത്രയും സെൻറ്ററുകളുണ്ട് ഇവിടെ. ഓക്കെ, മാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പോയി എക്സാം എഴുതാന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് 2 പാർട്ട് ഉണ്ടായിരിക്കും. ഒന്ന് ഡിസിപ്ലിൻ റിലേറ്റഡ്, ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയുള്ള 2 പാർട്ടാണ് ഉണ്ടായിരിക്കുക. 2 മണിക്കൂറൊക്കെ ആയിരിക്കും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ 150 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കരിക്കുലം, നമ്മുടെ ക്വാളിഫിങ്, അതായത് BSc ആണോ അല്ലെങ്കിൽ ഡിപ്ലോമയാണോ ഡിഗ്രി ആണോ അതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് 100 മാർക്കിന് ചോദിക്കുക. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി 50 മാർക്കിന് ജനറൽ ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ് ആൻഡ് ജനറൽ നോളജ്
നോളജ്, ജനറൽ അവയർനെസ്, ഇങ്ങനെയുള്ള അതാ പറയുക PSCക്കൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. കാരണം ഇതൊക്കെ നമ്മുടെ ഈ ജനറൽ എന്താണ് ഇംഗ്ലീഷും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ളതൊക്കെ സെയിം എന്താണ് ആ ഒരു ലെവൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മളുടെ സബ്ജക്ട് റിലേറ്റഡുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിന് നമുക്ക് PSC, UPSC, SSC ഒക്കെ പോലെ അത്രയും എന്താണ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, കുറേ ആപ്ലിക്കേഷൻ ഒന്നും വരാൻ സാധ്യത കുറവാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് നേടി എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും എന്ന് നിങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുക. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി ആണെങ്കിലും നമ്മുടെ ഏജ് ലിമിറ്റ് ആണെങ്കിലും ഏജൊക്കെ കണക്കാക്കുന്ന തീയതി 29/2/2024 വെച്ചിട്ടാണ്. ഈ 29/2/2024 നമുക്ക് നിശ്ചിതമായുള്ള ഏജും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് സാരം. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് February 10 മുതലാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് February 7 ആയിട്ടുള്ളൂ. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് വന്നിട്ടില്ല, ഞാൻ കാണിക്കാം എവിടെ വരിക എന്താ കാര്യങ്ങളൊക്കെ പറയാം. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് 10/3/2024 അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടൊരു കാര്യം പാടെ ഇതിൻ്റെ പേ സ്കെയിലും പാടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാം. ഇപ്പോൾ W3 എന്ന് പറയുന്ന ആ ഒരു സ്കെയിലാണെങ്കിൽ നമുക്ക് 23,000 മുതൽ 56,500 വരിക. ജൂനിയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അതാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇപ്പോൾ ജൂനിയർ ഒക്കെ ആണെങ്കിൽ W3 ആണ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് മറ്റേത് വരുന്നത് W6 വരുന്നത് 25 to 77,000 വരെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആകുമ്പോൾ പേ സ്കെയിൽ മാറും. പിന്നെ അത് കൂടാതെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളും നമ്മൾ ബേസിക് പേക്ക് പുറമെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഹൗസ് റെൻ്റ് അലവൻസും അക്കോമഡേഷനും ദെൻ DAയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എന്താണ് നിങ്ങൾക്കിവിടെ കാണാം, പെൻഷൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതോടൊപ്പം ഇനി ഇതിൻ്റെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ കരിയർ പേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ഡേറ്റ് 10/2/2024 അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. പക്ഷേ ഇത് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, ലിങ്ക് വന്നിട്ടില്ല. ലിങ്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം. അപ്പോൾ ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT കഴിഞ്ഞവർക്ക് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്താണ് ഇതുപോലെ ലിങ്ക് വരും, ഇതിൽ ക്ലിക്ക് ചെയ്താൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ ലിങ്ക് വന്നാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 10/2 നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നുള്ളടത്ത് ലിങ്ക് കൊടുക്കും. അഥവാ നമ്മളൊന്ന് ഡിലേ ആയ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയത് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, മറന്നുപോകല്ലോ. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അഥവാ മറന്നുപോലെ ജസ്റ്റ് കമൻറ്റ് ചോദിച്ചാൽ ഞാനത് തപ്പി പിടിച്ച് എന്ത് ചെയ്യും, ലിങ്ക് ഇട്ടരും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇട്ടരും കേട്ടോ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് മാത്രമേ നമ്മളിവിടെ ഉള്ളൂ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.